ഏവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ PSC കഴിഞ്ഞ ദിവസം നടത്തിയ നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസിൽ, അതായത് ജൂനിയർ അസിസ്റ്റന്റ്, അതുപോലെ ലോ ഡിവിഷൻ ക്ലർക്ക്, സീനിയർ സൂപ്രണ്ട് എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള ഒരു പ്രിലിംസ് എക്സാം കഴിഞ്ഞ ദിവസം PSC നടത്തിയായിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം, പോർച്ചുഗീസുകാർ കേരളത്തിന് ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. താഴെ പറയുന്നതിൽ പോർച്ചുഗീസുകാരുടെ സംഭാവന അല്ലാത്തത് ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, അവർ കുരുമുളകിന്റെയും ഇഞ്ചിയുടെയും ശാസ്ത്രീയ കൃഷി പ്രോത്സാഹിപ്പിച്ചു. 2, അവർ കൊച്ചി, അങ്കമാലി, വൈപ്പിൻകോട്ട എന്നിവിടങ്ങളിൽ ദൈവശാസ്ത്ര സെമിനാരികളും കോളേജുകളും സ്ഥാപിച്ചു. 3, അവർ കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിതു. 4, പുകയില, പൈനാപ്പിൾ, പപ്പായ തുടങ്ങിയ പുതിയ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർ അവതരിപ്പിച്ചു. ഇതിൽ പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഏതാ? ബോൾഗാട്ടി കൊട്ടാരം സ്ഥാപിച്ചില്ലേ. ഓപ്ഷൻ സി എന്താണ്? ബോൾഗാട്ടി കൊട്ടാരം പണിതു എന്നുള്ളത് എന്താണ്? പോർച്ചുഗീസുകാരെ സംബന്ധിച്ച് അത് തെറ്റായ പ്രസ്താവനയാണ്. ആരാ ബോൾഗാട്ടി കൊട്ടാരം പണിയുന്നത്? അത് ഡച്ചുകാരാണ്. ഇത് കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ റാണി സേതുലക്ഷ്മി ബായിയുടെ ചില പരിഷ്കാരങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. അവ കാലക്രമത്തിൽ ക്രമീകരിക്കുക. 1, ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. 2, തിരുവനന്തപുരം നഗരം വൈദ്യുത ദീപങ്ങളാൽ പ്രകാശപൂരിതമായി. 3, മൃഗബലി നിരോധിച്ചു. 4, പിതൃതല അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിച്ചു. ഇത് കാലക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഏതാ? ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ. 3, 1, 4 എന്നുള്ളതാണ് ശരിയായത്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ താഴെ പറയുന്ന പ്രസിഡന്റുമാരെ അവരുടെ പ്രസിഡന്റ് ആയതിന്റെ വർഷങ്ങളുമായിട്ട് പൊരുത്തപ്പെടുത്തുക. ഒരു സൈഡിലുള്ളത് ഹക്കീം അജ്മൽ ഖാൻ, അബ്ദുൽ കലാം ആസാദ്, മഹാത്മാഗാന്ധി, വല്ലഭായ് പട്ടേൽ. മറുവശത്ത് 1924, 21, 31, 23. ഏതാ? നമുക്കറിയാം ഹക്കീം അജ്മൽ ഖാൻ അല്ലേ. നമുക്കറിയാം എന്തായിരുന്നു ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റാണ് ആര്? ഹക്കീം അജ്മൽ ഖാൻ എന്ന് പറയുന്നത്. വർഷം ഏതായിരുന്നു? 1921 അല്ലേ. മൗലാന അബ്ദുൽ കലാം ആസാദ് ഏതാ വർഷം? അബ്ദുൽ കലാം ആസാദ് 1923 അബ്ദുൽ കലാം ആസാദ് INCയുടെ പ്രസിഡന്റ് ആകുന്നത്. മഹാത്മാഗാന്ധി നമുക്ക് എല്ലാവർക്കും അറിയുന്ന വർഷം 1924 ബൽഗാം സമ്മേളനത്തിലാണ് അധ്യക്ഷനാകുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ 1931 കറാച്ചി സമ്മേളനത്തിലാണ് അല്ലേ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ ഡി ആണല്ലേ വരിക. A2, B4 ആണ് വരുന്നത്. C1 ആണ്. അതുപോലെ D3 ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി തന്നെയാണ് ആൻസർ. ഹക്കീം അജ്മൽ ഖാൻ ഏതാ വർഷം? 1921. മഹാത്മാഗാന്ധി 1924. അബ്ദുൽ കലാം ആസാദ് 1923. വല്ലഭായ് പട്ടേൽ 1931. നാലാമത്തെ ചോദ്യം, ഇന്ത്യൻ പത്രങ്ങളും അതിൻ്റെ സ്ഥാപകരും താഴെ കൊടുത്തിരിക്കുന്നു. അവരിൽ തെറ്റായ ജോഡി ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തെറ്റാണ് വേണ്ടത്. 1, ബംഗാൾ ഗസറ്റ്, ജെയിംസ് അഗസ്റ്റ് സിക്കി. 2, സംവാദ് കൗമുദി, രാജാറാം മോഹൻ റോയ്. ഹിന്ദു പാട്രിയറ്റ്, മധുസൂദൻ റേ. 4, മിറാത്തുൽ അക്ബർ, ഫിറോസ് ഷാ മേത്ത. ഇതിൽ തെറ്റായ ജോഡി ഏതാണെന്ന് കണ്ടെത്തുക. ഏതാ ഇതിൻ്റെ ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി അല്ലേ ആൻസർ അല്ലേ. മിറാത്തുൽ അക്ബർ ആരാ പത്ര? രാജാറാം മോഹൻ റോയിയുടെ പത്രം തന്നെയല്ലേ മിറാത്തുൽ അക്ബർ എന്ന് പറയുന്നത് അല്ലേ. ഫിറോസ് ഷാ മേത്തയുടെ പത്രമല്ല ഇത്. മിറാത്തുൽ അക്ബർ ആരതാ? രാജാറാം മോഹൻ റോയിയുടെ പത്രമാണ്. അഞ്ചാമത്തെ ചോദ്യം, അവകാശവാദം എ, പാണ്ഡകളെ സമ്മാനിച്ചുകൊണ്ട് സൗഹാർദ്ദത്തിന്റെയും പ്രതീകമായി ചൈന USA-യും യൂറോപ്പുമായിട്ടും പാണ്ഡ നയതന്ത്രം പ്രഖ്യാപിച്ചു. കാരണം 6, USA-യുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ചൈന പിങ് പോങ് നയതന്ത്രം പ്രഖ്യാപിക്കുകയും ടേബിൾ ടെന്നീസ് ടീമിനെ അയക്കുകയും ചെയ്തു. ഇത് 2 പ്രസ്താവനകളാണ്. ഈ 2 പ്രസ്താവനകളെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ എ വാദവും എ കാരണവും 6ഉം ശരിയാണ്. 6 എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. ഓപ്ഷൻ ബി A, R എന്നിവ ശരിയാണ്. എന്നാൽ എയുടെ ശരിയായ വിശദീകരണം 6 അല്ല. ഓപ്ഷൻ സി എ ശരിയും 6 തെറ്റുമാണ്. ഓപ്ഷൻ ഡി എ തെറ്റും 6 ശരിയുമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. A, R എന്നിവ ശരിയാണ്. പക്ഷെ എന്തല്ല, എയുടെ വിശദീകരണമല്ല എന്ത് 6 എന്ന് പറയുന്നത്. എയും എയും 6ഉം എന്താണ് ശരിയാണ്. പക്ഷെ എന്തല്ല, എയുടെ ഒരു ശരിയായ വിശദീകരണമല്ല 6 എന്ന് പറയുന്നത്. ആറാമത്തെ ചോദ്യം,
2023 മെയ് മാസത്തിൽ ഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ നടന്ന ഒരു തീമാറ്റിക് എക്സിബിഷനാണ് ജനശക്തി എ കളക്റ്റീവ് പവർ എന്ന് പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് ഏത് പ്രസ്താവനകളാണ് തെറ്റാണ് വേണ്ടത്? ജനശക്തിയെ കളക്റ്റീവ് പവർ എന്ന എക്സിബിഷനുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? ഒരു 4 പ്രസ്താവനയുണ്ട്. ഒന്ന്, പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായിട്ടുള്ള മാൻ കി ബാത്തിന്റെ 150-ാം എപ്പിസോഡായിരുന്നു ഇത്. 2, എക്സിബിഷൻ ഇന്ത്യയുടെ കലാവൈവിധ്യത്തെ ആഘോഷിക്കുന്നു. 3, സ്വച്ഛ് ഭാരത് തീം ഒരു കലയായി ചിത്രീകരിച്ച് അവിടെ പ്രദർശിപ്പിച്ചിരുന്നു. 4, 20 തീമുകളുടെ കലാപരമായ പ്രതിനിധാനം അവിടെ പ്രദർശിപ്പിച്ചു. ഇതിൽ ജനശക്തി എ കളക്റ്റീവ് എന്ന് പറയുന്ന ഡൽഹിയിൽ വെച്ചിട്ട് എക്സിബിഷൻ നടന്നായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ പ്രസ്താവനകൾ ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. ഏതാ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. 1ഉം 4ഉം ആണ് എന്ത് തെറ്റായ പ്രസ്താവന. ഒന്നാമത്തേത് പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായിട്ടുള്ള മാൻ കി ബാത്തിന്റെ 150-ാം എപ്പിസോഡ് എന്നുള്ളത് തെറ്റാണ്. എത്രാമത്തെ എപ്പിസോഡായിരുന്നു? 100-ാമത്തെ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയ ഒരു എക്സിബിഷൻ ആയിരുന്നു ഇത് ജനശക്തി എ കളക്റ്റീവ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മാൻ കി ബാത്തിന്റെ 100-ാമത്തെ എപ്പിസോഡായിരുന്നു ഏത് ജനശക്തി എ കളക്റ്റീവ് പവർ എന്ന് പറയുന്നത്. പിന്നെ തെറ്റായ ഏതായിരുന്നു? 4-ാമത്തത് 20 തീമുകളുടെ കലാപരമായ പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ളത് തെറ്റാണ്. എത്രയായിരുന്നു? 12 ആണ് കേട്ടോ. 12 തീമുകളുടെ കലാപരമായ പ്രതിനിധായിരുന്നു അവിടെ പ്രദർശിപ്പിച്ചത്. ഇനി 7-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമുദ്രത്തിന്റെ ഭാഗമല്ലാത്തത്? താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമുദ്രത്തിന്റെ ഭാഗമല്ലാത്തത് ഏതാണ്? കൊങ്കൺ ഉണ്ട്, കത്തിയാവാട് ഉണ്ട്, കച്ച് ഉണ്ട്, ഉത്കൽ ഉണ്ട്. ഇതിൽ പടിഞ്ഞാറൻ തീരസമുദ്രത്തിന്റെ ഭാഗം അല്ലാത്തത് ഏതാ? ഉത്കലാണ് അല്ലെ. ഒഡീഷയുടെ തീരത്തൊക്കെ പറയുന്ന പേരാണ് എന്ത്? ഉത്കൽ എന്ന് പറയുന്നത്. ഉത്കൽ എന്ന് പറയുന്നത് എവിടെയാ? കിഴക്ക് ഭാഗത്താണ് അല്ലേ. പടിഞ്ഞാറ് തീരത്ത് ഏതൊക്കെയാ? കൊങ്കണ്, കത്തിയാവാട്, കച്ചൊക്കെയാണ്. ഇനി 8, വെസ്റ്റർലീസിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ പറ്റും. വെസ്റ്റർലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമവാദമാണ് കേട്ടോ. ഓപ്ഷൻ എ, കാറ്റ് തെക്കൻ അർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് നിന്ന് തെക്ക് കിഴക്കോട്ട് വീശുന്നു. ഓപ്ഷൻ ബി, അത് വ്യാപാര കാറ്റിന് എതിരായിട്ട് വീശുന്നു. ഓപ്ഷൻ സി, വടക്കൻ അർദ്ധഗോളത്തിൽ 40 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ ഈ കാറ്റ് ഗർജിക്കുന്ന 40s ആയിട്ട് വീശുന്നു. ഓപ്ഷൻ ഡി, മൺസൂൺ മൂലം കിഴക്കൻ ഏഷ്യയിൽ കാറ്റിന്റെ പ്രഭാവം തകർന്നിരിക്കുന്നു. ഇതിൽ പശ്ചിമവാദത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്താം. ഏതാ? ഓപ്ഷൻ സി ആണ് കേട്ടോ. വടക്കൻ അർദ്ധഗോളത്തിൽ എന്നുള്ളത് എന്താണ്? തെറ്റാണ്. വടക്കൻ അർദ്ധഗോളത്തിൽ 40 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ ഈ കാറ്റ് ഗർജിക്കുന്ന 40s എന്നറിയപ്പെടുന്നു എന്നുള്ളത് എന്താണ്? തെറ്റാണ്. ഇനി 9, വായുവിന്റെ നീരാവിയിലെ ഓസോൺ സാന്ദ്രതയുടെ കനം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഏതാണ്? വായുവിന്റെ നീരാവിയിലെ ഓസോൺ സാന്ദ്രതയുടെ കനം ഡാഷിലാണ് രേഖപ്പെടുത്തുന്നത്. എന്തിലാ? നമുക്കറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതാ ഡോപ്സൺ യൂണിറ്റ് ആണ്. ഓപ്ഷൻ എ ഡോപ്സൺ യൂണിറ്റ് ആണ്. 10-ാമത്തെ ചോദ്യം, ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ചുള്ള യഥാർത്ഥ പ്രസ്താവനകൾ തിരിച്ചറിയുക. അപ്പോൾ ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. 1, ഏറ്റവും ആഴമേറിയതും ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായ മേഖലയാണ് കാമ്പ്. 2, ആവരണം പ്രധാനമായും ഇരുമ്പും നിക്കലും ചേർന്നതാണ്. 3, മെഹ്റോവയ്ക്ക് വിരാമം താഴ്ന്ന പുറന്തോട് ആവരണത്തിൽ നിന്ന് വേർതിരിക്കുന്നു. 4, പുറന്തോടിന്റെ ശരാശരി സാന്ദ്രത 12.3 ആണ്. ഇതിൽ ആന്തരിക ഘടനയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏതൊക്കെയാ? 1ഉം 3ഉം ആണ് കേട്ടോ ശരിയായ പ്രസ്താവനകൾ. ഏതൊക്കെയാ? 1ഉം 3ഉം ആണ് എന്ത് ശരിയായ പ്രസ്താവനകൾ. 1, ഏറ്റവും ആഴമേറിയതും ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായ മേഖലയാണ് ഏത്? കാമ്പെന്ന് പറയുന്നത്. അതേപോലെ മെഹ്റോവയ്ക്ക് വിച്ഛിന്നത അല്ലെങ്കിൽ വിരാമം താഴ്ന്ന പുറന്തോട് ആവരണത്തിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ആവരണം പ്രധാനമായിട്ടും ഇരുമ്പും നിക്കലും ചേർന്നാണ്. ആവരണമല്ല അല്ലെ, കാമ്പാണ് എന്ത്? ഇരുമ്പും നിക്കലും ചേർന്നത്. ഇനി 11-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ചാലക്കുടി നദിയുടെ പോഷക നദി അല്ലാത്തത്? കേട്ടോ അല്ലാത്തതാണ് കേട്ടോ. താഴെ പറയുന്നതിൽ ഏതാണ് ചാലക്കുടി നദിയുടെ പോഷക നദി അല്ലാത്തത്? ഏതാ? കോതയാറാണ് കേട്ടോ. ഓപ്ഷൻ സി കോതയാറാണ്. 12, ഖഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ
ഉദ്യമനത്തിന്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ വേണ്ടിയിട്ട് 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം ഏതെന്ന് തിരിച്ചറിയുക. ഖഗോള സ്രോതസ്സുകളിൽ നിന്ന് എക്സ്റേ ഉദ്യമനത്തിന്റെ ബഹിരാകാശത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ വേണ്ടിയിട്ട് 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം ഏതായിരുന്നു? എക്സ്പോസാറ്റ് ആണല്ലോ. ഓപ്ഷൻ ബി എക്സ്പോസാറ്റ്. ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. എക്സ്പോസാറ്റ്. 13 സമ്പദ് വ്യവസ്ഥയിലെ വിടവ് നികത്തലുമായി ബന്ധപ്പെട്ട് വികസന ബാങ്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇവിടെ ശരിയാണ് വേണ്ടത്. സമ്പദ് വ്യവസ്ഥയിലെ വിടവ് നികത്താൻ വേണ്ടിയിട്ട് വികസന ബാങ്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവന ശരിയേതാണ്? 1 വ്യാവസായിക വികസനത്തിന്റെ ഉത്തേജകങ്ങൾ, 2 മൂലധനം, എന്റർപ്രൈസസ്, മാനേജ്മെന്റ് എന്നിവയുടെ ചാനലുകൾ നൽകുക, 3 സംരംഭകർക്ക് ഇടത്തരം, ദീർഘകാല, ഹ്രസ്വകാല ധനസഹായം വാഗ്ദാനം ചെയ്യുന്നു, 4 സാമ്പത്തികവും സാമ്പത്തിക ഇതരവുമായ സഹായത്തിന്റെ ഒരു പാക്കേജ് വാഗ്ദാനം ചെയ്യുന്നു. അതായത് നമ്മളെ എക്കണോമിക് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഗ്യാപ്പുകൾ വികസന ബാങ്കുകൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് സംബന്ധിച്ചിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതാ? 1, 2, 4 ആണ്. ഓപ്ഷൻ സി 1, 2, 4 ആണ് ഇതിൽ ശരിയായ പ്രസ്താവനകൾ. ഇനി 14ാമത്തെ ചോദ്യം, WTOയുടെ ടെർമിനോളജി, അതായത് കാർഷിക സബ്സിഡികൾ പെട്ടികളായിട്ട് തിരിച്ചറിയപ്പെടുന്നുണ്ട്. അതിനാൽ വികസ്വര രാജ്യങ്ങളിലെ മാനവ വികസന പ്രശ്നങ്ങളിൽ ഉന്നയിക്കുന്ന പെട്ടി ഏതാണ്? WTO ടെർമിനോളജി കാർഷിക സബ്സിഡികൾ പെട്ടികളായിട്ടാണ് തിരിച്ചറിയപ്പെടുന്നത്. അതിനുണ്ട് വികസ്വര രാജ്യങ്ങളിലെ മാനവ വികസന പ്രശ്നങ്ങൾ ഏത് പെട്ടിയാണ് സൂചിപ്പിക്കുന്നത്? ഏതാ? ഓപ്ഷൻ ഡി S&D പെട്ടിയാണ് കേട്ടോ. S&D പെട്ടിയാണ്. 15ാമത്തെ ചോദ്യം, GSTക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത നികുതിദായകരെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1 കാർഡുകളിലേക്കും UPIയിലേക്കും പണമടക്കാം. 2 ഒരു പൊതു ഈ ആപ്ലിക്കേഷനിൽ സെൻട്രൽ ടാക്സ് അതോറിറ്റിയാണ് രജിസ്ട്രേഷൻ നൽകേണ്ടത്. 3 ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം ബിസിനസ്സുകളുള്ള വ്യക്തിക്ക് ഓരോ ബിസിനസ്സിനും വെവ്വേറെ രജിസ്ട്രേഷൻ നേടണം. അപ്പോൾ ഇതിൽ ശരിയായതാണ് വേണ്ടത്. പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് എഴുതാം. GSTയുമായി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെയാ? 1ഉം 3ഉമാണ് എന്ത് ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ എ 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. അതായത് കാർഡുകളിലേക്കും UPIയിലേക്കും എന്താക്കാം? പണമടക്കാൻ കഴിയും. അതുപോലെ ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം ബിസിനസ്സുകളുള്ള വ്യക്തി എന്ത് ചെയ്യണം? ഓരോ ബിസിനസ്സും വെവ്വേറെ രജിസ്ട്രേഷൻ നേടേണ്ടതുമാണ്. 16 ഒരു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടുവന്ന പുതിയ സാമ്പത്തിക നയം അല്ലെ ന്യൂ എക്കണോമിക് പോളിസി ഇന്ത്യയിൽ ആഗോളവൽക്കരണം നേരിടുന്ന വെല്ലുവിളികളെ സ്വീകരിച്ചുകൊണ്ടാണ്. അന്താരാഷ്ട്ര ക്രമീകരണങ്ങൾക്കായി ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരി? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടുവന്ന പുതിയ സാമ്പത്തിക നയം ഇന്ത്യയിൽ ആഗോളവൽക്കരണം നേരിടുന്ന വെല്ലുവിളികളെ സ്വീകരിച്ചുകൊണ്ടാണ് കൊണ്ടുവന്നത്. അതിൽ അന്താരാഷ്ട്ര ക്രമീകരണങ്ങൾക്കായിട്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച സംബന്ധിച്ച് ഏതാണ് ശരിയായ പ്രസ്താവന? 1 ഏകദേശം 20% മൂല്യത്തകർച്ച ഉണ്ടായിട്ടുണ്ട്. 2 5 മുതൽ 15% വരെയാണ് മൂല്യത്തകർച്ച ഉണ്ടായിട്ടുള്ളത്. 3 20%-ത്തിൽ അധികമാണ് നമ്മുടെ ഇന്ത്യൻ രൂപക്ക് മൂല്യത്തകർച്ച ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ശരിയായ പ്രസ്താവന ഏതാണ്? ഏതാ? ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1 ആണ്. ഏതാ? ഏകദേശം 20% നമ്മുടെ രൂപയുടെ മൂല്യത്തിൽ ശോഷണം സംഭവിച്ചത്. ഇനി 17ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളെക്കുറിച്ച് പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് അംഗീകരിച്ചത്? ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശകളാണ് അംഗീകരിച്ചതെന്ന് വെച്ചാൽ ഇത് അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലേ. ഏതാ? രാജ ചെല്ലയ്യാണ്. ഓപ്ഷൻ എ ചെല്ലയ്യ കമ്മിറ്റിയാണ്. 18 ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ഏറ്റവും പ്രയാസമേറിയ ദൗത്യം ഏതാണ്? ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ഏറ്റവും പ്രയാസമേറിയ ദൗത്യം 1 പ്ലാൻ തയ്യാറാക്കൽ, ഓപ്ഷൻ ബി ലക്ഷ്യം നിശ്ചയിക്കൽ, ഓപ്ഷൻ സി സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണം, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. എന്തായിരുന്നു?
സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണമായിരുന്നു അല്ലയോ. 18ാമത്തെ ഓപ്ഷൻ സി ആണ്, സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണമായിരുന്നു. പ്ലാനിങ് ഒക്കെ നമുക്കുണ്ടായിരുന്നു, ലക്ഷ്യവും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്തില്ല, സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണമാണ് ഇല്ലാതിരുന്നത്. 19 മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ എ, മൗലിക അവകാശങ്ങൾ സ്വഭാവത്തിൽ ന്യായമാണ്. ഓപ്ഷൻ ബി, ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ മൗലിക അവകാശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്ഷൻ സി, സ്വത്തവകാശം മൗലിക അവകാശമല്ല. ഓപ്ഷൻ ഡി, 51A ആർട്ടിക്കിൾ 51A വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇതിൽ മൗലിക അവകാശങ്ങളെ സംബന്ധിച്ചിട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാ? ഓപ്ഷൻ ഡി ആണ് അല്ലേ. 19 ഓപ്ഷൻ ഡി ആണ് അല്ലേ. ആർട്ടിക്കിൾ 51A എന്ന് പറയുന്നത് എന്തല്ല, മൗലികാവകാശത്തിന്റെ ഭാഗത്ത് വരുന്നതല്ല. ഏതാ? മൗലിക കടമകളുടെ ഭാഗത്ത് വരുന്നതാണ് ഏത്? ആർട്ടിക്കിൾ 51A എന്ന് പറയുന്നത്. ഇനി 20ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ആർട്ടിക്കിൾ 356 ഉണ്ട്, 325 ഉണ്ട്, 76 ഉണ്ട്, 368 ഉണ്ട്. ഇതിനെ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം, സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസി, ഇന്ത്യയുടെ അറ്റോർണി ജനറൽ, ഭരണഘടനാ ഭേദഗതി നടപടിക്രമം. ഇത് യോജിച്ച രീതിയിൽ ചേരുംപടി ചേർക്കുക. ഏതാ ഇതിൻ്റെ ആൻസർ വരിക? ആർട്ടിക്കിൾ 356 എന്ത് തന്നെയാണ്? രാഷ്ട്രപതി ഭരണമാണല്ലേ. സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണമാണ്. 325 എന്ന് പറയുന്നത് സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസി തന്നെയാണ്. ആർട്ടിക്കിൾ 76 ഇന്ത്യയുടെ അറ്റോർണി ജനറലാണ്. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതിയുമാണ്. അപ്പോൾ 1A, 2B, 3C, 4D അങ്ങനെ പറയുന്ന ഓപ്ഷൻ ഏതാ ഉള്ളത്? ഓപ്ഷൻ എ തന്നെയാണ് അല്ലേ. ഓപ്ഷൻ എ തന്നെയാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി 21 താഴെ കൊടുത്തുള്ളതിൽ ശരിയായിട്ട് യോജിക്കുന്ന വസ്തുതകൾ തിരിച്ചറിയുക. 44-ാം ഭരണഘടനാ ഭേദഗതി സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 86 വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 42 മിനി ഭരണഘടന. 91 കൂറുമാറ്റ വിരുദ്ധ നിയമം. ഇതിൽ ശരിയായിട്ട് യോജിക്കുന്നത് ഏതൊക്കെയാണ് കണ്ടെത്തുക. ഏതൊക്കെയാണ് ശരിയായിട്ട് യോജിക്കുന്നത്? 44-ാം ഭരണഘടനാ ഭേദഗതിയിലാണ് സ്വത്തവകാശത്തെ മൗലികാവകാശത്തിൽ നിന്ന് നീക്കുന്നത്. ശരിയാണ്. 86 എന്താ? വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 42-ാം ഭരണഘടനാ ഭേദഗതിയിലെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നുണ്ട്. 91-ാം ഭരണഘടനാ ഭേദഗതി കൂറുമാറ്റം എന്നുള്ളത് എന്താണ്? തെറ്റായ പ്രസ്താവന. 91-ാം ഭരണഘടനാ ഭേദഗതിയാണ് എന്ത് പറയുന്നത്? മന്ത്രിസഭയുടെ അല്ലെങ്കിൽ ആകെ അംഗങ്ങളുടെ, നിയമസഭയിലെ അല്ലെങ്കിൽ ലോക്സഭയിലെയും ആകെ അംഗങ്ങളുടെ 15% മന്ത്രിസഭയിൽ അംഗങ്ങൾ ഉണ്ടായിരിക്കേണ്ടതെന്ന് പറയുന്ന ഭേദഗതിയാണ് ഏത്? 91-ാം ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോൾ 1, 2, 3 ആണ് എന്ത്? ശരിയായ പ്രസ്താവന. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി 22 ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും 1/3 സ്ത്രീകൾക്കായിട്ട് നീക്കി വെച്ചിരിക്കുന്നത്? ഇത് കറണ്ട് അഫയേഴ്സുമായിട്ട് ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാനമായ പ്രദേശമായ ഡൽഹിയിലെ ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും 1/3 സ്ത്രീകൾക്കായിട്ട് നീക്കി വെച്ചിരിക്കുന്നത്? ഏതാ? 2023 106-ാം ഭരണഘടനാ ഭേദഗതിയാണല്ലേ. ഇനി 23ാമത്തെ ചോദ്യം ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? പക്ക കറണ്ട് അഫയേഴ്സ് അല്ലെ, കഴിഞ്ഞ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ടിട്ട് താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരിയെന്ന്. 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി. 2 ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ 19 ആർട്ടിക്കിൾ 19(1)A പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു. 3 ബ്ലാങ്കറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുന്നു. ഇതിൽ ഇലക്ട്രൽ ബോണ്ട് കേസുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് കണ്ടെത്തേണ്ടത്. ഏതാ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇതെല്ലാം എന്താണ്? ശരിയായ പ്രസ്താവനകളാണ്. ഇനി 24 ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. ഓപ്ഷൻ ബി ഭരണഘടനയുടെ 15 ആർട്ടിക്കിൾ 320 ഭാഗം 15 ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ്
നടത്തുന്ന നിയമ ഭരണഘടനാ ചട്ടക്കൂട് പ്രതിപാദിക്കുന്നു? ഓപ്ഷൻ സി ഭാഗം 18 ആർട്ടിക്കിൾ 352 മുതൽ 360 വരെ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് ചട്ടക്കൂടിനെ കുറിച്ചും പ്രതിപാദിക്കുന്നു. ഓപ്ഷൻ ഡി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 5 മുഴുവൻ സമയ കമ്മീഷണർമാരുണ്ട്. അപ്പോൾ ഇതിൽ ശരിയായ ഒറ്റ പ്രസ്താവനയുള്ളൂ, അത് ഏതാണെന്ന് കണ്ടെത്തണം. ഏതാ? 24B ആണല്ലേ. ഭാഗം 15 ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയാണ് ഇത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് മാത്രമേ എന്തുള്ളൂ? ശരിയായ പ്രസ്താവന ഉള്ളൂ. ഇനി 25ാമത്തെ ചോദ്യം, കേരള അഡ്മിനിസ്ട്രേറ്റീവ് KAS മായി ബന്ധപ്പെട്ടിട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുകയും ഇവയിൽ ഏതാണ് ശരിയെന്ന് കണ്ടെത്തുകയും ചെയ്യുക. അപ്പോൾ KASമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്താം. 1. ഗവൺമെന്റ് നയങ്ങളും പരിപാടികളും ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായിട്ട് ഗവൺമെന്റിന്റെ മാനേജർ കഴിവുകളുടെ 2ാം നിരയായിട്ട് പൊതുസേവകരുടെ ഒരു കേഡർ ഉണ്ടാക്കുക എന്നതാണ് KASന്റെ ലക്ഷ്യം. 2. KASൽ KAS ഓഫീസർ ജൂനിയർ ടൈം സ്കെയില്, KAS ഓഫീസർ സെലക്ഷൻ ഗ്രേഡ് സ്കെയില്, KAS ഓഫീസർ സൂപ്പർ ടൈം സ്കെയില് എന്നീ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നു. 3. KASൽ ചേർന്ന ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാന സർവീസിൽ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനി ആയിട്ടാണ് കരിയർ ആരംഭിക്കുന്നത്. ഇതിൽ KASമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇവയെല്ലാം എന്താണ്? ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. 26. 1957 കേരള സ്റ്റേറ്റ് ഓഫ് എവിക്ഷൻ പ്രൊസീഡിംഗ് ആക്ടിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? 1957 കേരള സ്റ്റേറ്റ് എവിക്ഷൻ പ്രൊസീഡിംഗ് ആക്ടിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. കുടിയാന്മാർ, അതുപോലെ കുടിക്കിടപ്പുകൾ, ഭൂമി കൃഷി ചെയ്യുന്ന മറ്റ് ചില വിഭാഗങ്ങൾ എന്നിവരെ കുടിയൊഴിപ്പിക്കുന്നത് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരു ആക്റ്റാണ് ഇത് കേരള സ്റ്റേറ്റ് ഓഫ് എവിക്ഷൻ പ്രൊസീഡിംഗ് ആക്ട് എന്ന് പറയുന്നത് 1957. ഇനി 27 കുടുംബശ്രീയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1. 1997 കുടുംബശ്രീ സ്ഥാപിതമായത്. 2. സ്ത്രീകൾക്കായിട്ട് കുടുംബശ്രീക്ക് ത്രിതല സജ്ജീകരണങ്ങളുണ്ട്. 3. കേരള സർക്കാരിന്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ. ഇതിൽ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇതിൽ PSC കൊടുത്തിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. മുകളിലുള്ളവ എല്ലാം ശരിയെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ വരാൻ സാധ്യതയില്ല. കാരണം 1998 മെയ് 17 ഇത് കുടുംബശ്രീ രൂപീകൃതമാകുന്നത്. അപ്പോൾ ഇതിൽ PSC കൊടുത്തേക്കുന്ന ആൻസർ എന്ന് പറയുന്നത് ഇത് മുഴുവൻ ശരിയെന്നുള്ളതാണ്. ശരിക്കും ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി വരത്തുള്ളൂ. 2ഉം 3ഉം എന്തുള്ളൂ? ശരിയായ പ്രസ്താവനകളുള്ളൂ. ഇത് പ്രൊഫഷണലാണ്. ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ മാറുന്നതായിരിക്കും ചിലപ്പോൾ. ഇനി 28ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷതയിലുള്ള ഒരു നിയമാനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരുടെ അധ്യക്ഷതയിലുള്ള ഒരു നിയമാനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ഒരു നിയമാനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണ് ഇത് നമ്മുടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത്. ഇനി 29 അക്ഷയയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ എ വിവരസമ്പന്നരും വിവരദരിദ്രരും തമ്മിലുള്ള വിടവ് നികത്തുക എന്നതാണ് അക്ഷയയുടെ ദൗത്യം. ഓപ്ഷൻ ബി പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ സർക്കാർ മുതൽ പൗരന്മാർ വരെയുള്ള സേവനങ്ങൾ അക്ഷയ വഴി ഒരു വേദി നൽകുന്നു. ഓപ്ഷൻ സി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നു. ഓപ്ഷൻ ഡി ICT വഴി പൗരന്മാർക്ക് കാര്യക്ഷമമായ സുതാര്യവും സൗകര്യപ്രദവുമായ സേവനങ്ങൾ അക്ഷയ നൽകുന്നു. ഇതിൽ അക്ഷയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ് കേട്ടോ? ഏതാ? ഓപ്ഷൻ സി അല്ലേ വരിക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. ഈ 30ാമത്തെ ചോദ്യം, ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ സംരക്ഷണ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ്? ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏതായിരുന്നു? 2005 31 2006 നിയമം നിലവിൽ വരുന്നത്. 2005 പാർലമെന്റ് പാസ്സാക്കുകയും ചെയ്യുന്നത്. 31 ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഭരണഘടനയുടെ 11ാം ഷെഡ്യൂള്. 2 ഭരണഘടനയുടെ 12ാം ഷെഡ്യൂള്. 3 ആർട്ടിക്കിൾ 243A. 4 ആർട്ടിക്കിൾ 243K.
എങ്ങനെ വരിക? ഭരണഘടനയുടെ 11ാം ഷെഡ്യൂൾ എന്തുമായി ബന്ധപ്പെട്ടതാ? ഭരണഘടനയുടെ 11ാം ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഏതാ? ഓപ്ഷൻ ബി അല്ലേ വരിക? ഓപ്ഷൻ ബി അല്ലേ? PRIകൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടികയെ പറ്റി പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളാണ്. അതുപോലെ ഭരണഘടനയുടെ 12ാം ഷെഡ്യൂൾ എന്താ? മുനിസിപ്പാലിറ്റികളെ കുറിച്ച് പറയുന്നതാണ്. മുനിസിപ്പാലിറ്റികളെ കുറിച്ചല്ലേ പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ 12ാം ഷെഡ്യൂള്. അതിൽ 243A എന്താ? ഗ്രാമസഭ അല്ലെ? ഗ്രാമസഭയുടെ ആർട്ടിക്കിളാണ് ഇത് 243A എന്ന് പറയുന്നത്. 243K എന്ന് പറയുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ്. അപ്പോൾ 1 B ആണ്, 2 A ആണ്, 3 D ആണ്, 4 C ആണ്. അപ്പം ഓപ്ഷൻ 4 അപ്പോൾ ഓപ്ഷൻ D ആണല്ലേ ആൻസർ വരിക. BADC. ഇനി 32ാമത്തെ ചോദ്യം. 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിച്ചത്? ഏതാ? കേരള ലോകായുക്ത ഭേദഗതി ബില്ല് 2002 ആണ്. പക്ക കറണ്ട് അഫയേഴ്സ് ആണ്, എന്നാൽ എന്തുവാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. 33 ഡാഷ് റിട്ട് എന്നത് ഏതെങ്കിലും ഒരു പൊതു അധികാരികൾക്ക് ഒരു കടമ നിർവഹിക്കാനുള്ള ഉത്തരവിന്റെ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണ്. ഡാഷ് റിട്ട് എന്നത് ഏത് റിട്ടാണ് ഏതെങ്കിലും ഒരു പൊതു അധികാരികൾക്ക് ഒരു കടമ നിർവഹിക്കാനുള്ള ഉത്തരവിന്റെ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയായിട്ട് വരുന്നത്? ഏതാ? മാൻഡമസ് അല്ലെ? നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന മാൻഡമസ് ആണ്. ഇനി 34 PMKSY ഡാഷുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സർക്കാർ പദ്ധതിയാണ്. PMKSY എന്ന് പറയുന്നത് ഡാഷുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സർക്കാർ പദ്ധതിയാണ്. ഏതാ? ഓപ്ഷൻ ബി ആണ് കേട്ടോ വരിക. ജലസംരക്ഷണ മാനേജ്മെന്റ് ആണ്. ഓപ്ഷൻ ബി ജലസംരക്ഷണ മാനേജ്മെന്റ്. PMKSY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയാണ് കേട്ടോ. പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ കൃഷി സിഞ്ചായി യോജനയാണ്. ഇനി 35ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരിയായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. 1 അതായത് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി 2005 ആരംഭിച്ചു. 2 തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം ഗ്രാമീണ കുടുംബങ്ങൾക്ക് 100 ദിവസം തൊഴിൽ ഉറപ്പാക്കുക എന്നതാണ്. 3 തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം 1948 മിനിമം വേതന നിയമം അനുസരിച്ച് സംസ്ഥാന കർഷക തൊഴിലാളികൾക്ക് വ്യക്തമാക്കിയിട്ടുള്ള നിയമപരമായ മിനിമം വേതനം അനുസരിച്ച് നൽകണം. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 3 പ്രസ്താവനകൾ വെച്ചിട്ടുണ്ട്. ആ 3ലും ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. ഏതാ ആൻസർ? ഓപ്ഷൻ സി ആണ്. ഇതൊക്കെ എന്താണ്? ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. ഇനി 36 വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള പരമാവധി സമയപരിധി എത്രയാണ്? ഏതാ? ജീവനെയും ബാധിക്കുന്നതാണെങ്കിൽ എത്ര മണിക്കൂറാ? 48 മണിക്കൂറിനുള്ളിൽ നൽകിയിരിക്കണം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 37ാമത്തെ ചോദ്യം. പ്ലേഗിന്റെ കാര്യത്തിൽ ഏത് പ്രസ്താവനകളാണ് ശരി? 1 യെർസീനിയ പെസ്റ്റിസ് എന്ന രോഗകാരിയാണ് ഇത് ഉണ്ടാക്കുന്നത്. 2 കൊതുക് കടിയിലൂടെയാണ് ഇത് പകരുന്നത്. 3 അതിൻ്റെ വാഹകർ ചെള്ളുകളാണ്. 4 രക്തപ്രവാഹത്തെയും ശ്വാസകോശത്തെയും ഇത് ബാധിക്കുന്നുണ്ട്. പ്ലേഗിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതാ? യെർസീനിയ പെസ്റ്റിസ് നമുക്കറിയുന്നതാണ് അല്ലേ? യെർസീനിയ പെസ്റ്റിസ് ആണ് ഇതിൻ്റെ രോഗകാരി, നമുക്കറിയാവുന്നതാണ്. അതേപോലെ കൊതുക് കടിയിലൂടെയാണോ പകരുന്നത്? അല്ലല്ലേ, എങ്ങനെയാ? ചെള്ളുകൾ വഴിയാണ് പകരുന്നത്. അപ്പോൾ 2ാമത്തെ പ്രസ്താവന തെറ്റാണ് കേട്ടോ. കൊതുക് കടിയിലൂടെയാണ് എന്നുള്ളത് എന്താണ്? തെറ്റാണ് അല്ലേ? അപ്പോൾ 2 ഉള്ളത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഓൾറെഡി എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വെട്ടിക്കളയാം, ഇതും വെട്ടിക്കളയാം. പിന്നെയുള്ളത് 3ഉം 4ഉം 1 നമുക്ക് ശരിയാണെന്നും അറിയാം. അപ്പോൾ 1 ഇല്ലാത്ത ഇതും വെട്ടിക്കഴിഞ്ഞാൽ ആൻസറിലേക്ക് നമുക്ക് സുഖമായിട്ട് എത്താൻ കഴിയുന്നതാ ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 ആണെന്ത് ശരിയായ പ്രസ്താവനകൾ. ഇനി 38ാമത്തെ ചോദ്യം. കേരളത്തിലെ ആർദ്രം മിഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതാണ് ശരിയെന്ന് കണ്ടെത്തുക. ആർദ്രം മിഷനാണ്. 1 നിലവിലുള്ള PHCകളെ FHCകളാക്കി ഉയർത്തുകയാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് പ്രൈമറി ഹെൽത്ത് സെന്ററുകളെ ഫാമിലി ഹെൽത്ത് സെന്റർ ആയിട്ട് കേട്ടോ
കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തുകയാണ് ലക്ഷ്യമെന്ന് പറയുന്നത്. 2 കേരളത്തിലെ എല്ലാ ആളുകൾക്കും COVID-19 വാക്സിൻ നൽകാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. 3 NCD-CD ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും മാനേജ്മെന്റിനെക്കുറിച്ചും ഫീൽഡ് സ്റ്റാഫിന് പരിശീലനം നൽകാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. 4 ഫിറ്റ്നസിനും യോഗയ്ക്കുമുള്ള സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് പറയും. ഇതിൽ ആർദ്ര മിഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ. ഏതാ ആൻസർ എന്ന് പറയുന്നത്? നമുക്കറിയാം എന്താണ് ആർദ്ര മിഷൻ നിലവിൽ വരുന്നത് തന്നെ ഏതാ വർഷം? 2017 ആർദ്ര മിഷൻ എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ പ്രസ്താവന ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾ, കേരളത്തിലെ എല്ലാ ആളുകൾക്കും കോവിഡ് വാക്സിൻ നൽകാനാണോ അപ്പോൾ ലക്ഷ്യമിട്ടെന്ന് പറയുന്നത്? അപ്പോൾ ഇതൊന്ന് തെറ്റാൻ നമുക്കറിയാം. അപ്പോൾ 2 പ്രസ്താവനകൾ എല്ലാം നമുക്ക് എന്ത് കളയാം? വെട്ടിക്കളയാം അല്ലേ? മുകളിലുള്ളവയല്ല, അപ്പോൾ 2 ഉൾപ്പെടെ അതും നമ്മൾ വെട്ടിക്കളഞ്ഞു. ഇതിലുണ്ട് 1, 2, 4, അപ്പോൾ അതും നമുക്ക് വെട്ടിക്കളയാം. ഇതിലുണ്ട് എന്ത് 2, 2, 3. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് ഒറ്റൊരു ക്വസ്റ്റ്യൻ അറിയെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരിട്ട് ആൻസറിൽ എത്താൻ കഴിയും. ഓപ്ഷൻ എ ആണ് കേട്ടോ ആൻസർ. 1, 3, 4 എന്നാണ് ശരിയായ പ്രസ്താവനകൾ. ഇനി 39ാമത്തെ ചോദ്യം, ആൻജിയോജെനസിസിനുള്ള ശരിയായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്താം. ആൻജിയോജെനസിസ് കേട്ടോ. ഓപ്ഷൻ എ അസ്ഥിമജ്ജയിലെ ക്യാൻസർ കോശങ്ങളുടെ വികാസത്തിന്റെ അവസ്ഥയാണിത്. ഓപ്ഷൻ ബി പുതിയ രക്തക്കുഴലുകളുടെ വികാസം. ഓപ്ഷൻ സി കരളിലെ ഹെപ്പറ്റോസൈറ്റുകളുടെ പുനരുജ്ജീവനത്തെ നിർവചിക്കുന്ന പദം. ഓപ്ഷൻ ഡി വളർച്ചാ ഹോർമോൺ സ്രവിക്കുന്ന പ്രക്രിയയാണ്. അപ്പോൾ ഈ 4 ആൻജിയോജെനസിസിനുള്ള ശരിയായ പ്രസ്താവന ഏതാ? ഓപ്ഷൻ ബി ആണ് കേട്ടോ, പുതിയ രക്തക്കുഴലുകളുടെ വികസനമാണ്. 40 താഴെ പറയുന്നവയിൽ ഏതാണ് വൈറ്റമിൻ എയുടെ കാര്യത്തിൽ ശരിയായത്? ശരിയാണ്, വൈറ്റമിൻ എയുടെ കാര്യത്തിൽ ശരിയായത്. 1 വൈറ്റമിൻ എയുടെ അമിതമായ ഉപയോഗം മൈക്രോസിസ്റ്റിക് അനീമിയക്കും വിനാശകരമായ അനീമിയക്കും കാരണമാകുന്നുണ്ട്. ഓപ്ഷൻ ബി ഹൈപ്പോ വൈറ്റമിൻസ് ആണ്. എയുമായി ബന്ധപ്പെട്ട 2 പ്രധാന ലക്ഷ്യങ്ങളാണ് പെല്ലഗ്രയും വിഷാദവും. ഓപ്ഷൻ സി വൈറ്റമിൻ എയുടെ കുറവ് രാത്രി അന്ധതയ്ക്കും സീറോഫ്താൽമിയക്കും കാരണമാകുന്നു. ഓപ്ഷൻ ഡി ഹൈപ്പർ വൈറ്റമിനോസിസ് എ കുട്ടികളുടെ അസ്ഥികളെ മൃദുവാക്കുന്നു. ഏതാ ആൻസർ വരിക? ഓപ്ഷൻ സി ആണ് കേട്ടോ. വൈറ്റമിൻ എയുടെ കുറവ് അന്ധതയ്ക്കും അതുപോലെ സീറോഫ്താൽമിയക്കും കാരണമാകുന്നു. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്താണ് വൈറ്റമിൻ എയുടെ കുറവ് കാഴ്ചക്ക് ബാധിക്കുന്നു അല്ലെങ്കിൽ കണ്ണിന് ബാധിക്കുന്നുണ്ട് എന്നുള്ളത്. 41ാമത്തെ ചോദ്യം, പാൻക്രിയാസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളത് കണ്ടെത്തുക. 1 പാൻക്രിയാസ് ഒരു എക്സോക്രൈൻ ഗ്രന്ഥിയും എൻഡോക്രൈൻ ഗ്രന്ഥിയുമാണ്. 2 പാൻക്രിയാസ് ഇൻസുലിനും ഗ്ലൂക്കോഗോണും സൃഷ്ടിക്കുന്നു. 3 ഇത് ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നു. 4 മുകളിലുള്ളവയെല്ലാം. പാൻക്രിയാസുമായി ബന്ധപ്പെട്ടിട്ട് ഏതൊക്കെയാണ് ശരിയാണ് വേണ്ടത്? ഇതൊക്കെ എന്താണ് ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. 42 മനുഷ്യരിലെ ജീവിതശൈലി രോഗങ്ങളുടെ ശരിയായ കാരണം എന്താണെന്ന് തിരഞ്ഞെടുക്കുക. മോശമായ ഭക്ഷണശീലം, ശാരീരിക നിഷ്ക്രിയത്വം, അസ്വസ്ഥമായ ജൈവഘടികാരം, തെറ്റായ ശരീരഭാവം. ഇതിൽ ജീവിതശൈലി രോഗങ്ങളുടെ ശരിയായ കാരണം എന്താണ്? ഇതൊക്കെയാണ്. ഓപ്ഷൻ ഡി മുകളിലുള്ളവയെല്ലാം എന്ത് തന്നെയാണ്? ശരിയായ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നതാണ്. 43 പ്രാഥമിക അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് ഡാഷ് മൂലമാണ് ഉണ്ടാകുന്നത്. പ്രാഥമിക അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് ഡാഷ് മൂലമാണ് ഉണ്ടാകുന്നത്. ഏതാ? നെഗ്ലേരിയ ഫൗലേരി കേട്ടോ. നെഗ്ലേരിയ ഫൗലേരി. 44 COVID-19 കാലത്ത് ഒറ്റപ്പെടലുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയെന്ന് കണ്ടെത്തുക. 1 COVID-19 ലക്ഷണങ്ങൾ ഉള്ളവർക്കോ വൈറസിന് പോസിറ്റീവ് ആയവരോ ഇത് ഉപയോഗിക്കപ്പെടുന്നു. 2 ഒറ്റപ്പെടൽ എന്നാൽ മറ്റാളുകളിൽ നിന്ന് വേർപെടുത്തുക. പ്രധാനമായും ഒരു മെഡിക്കൽ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ക്ലിനിക്കൽ പരിചരണം ലഭിക്കുകയും ചെയ്യുന്നു. ഇതിൽ COVID-19 കാലത്ത് ഒറ്റപ്പെടലുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താം. ഇത് രണ്ടും എന്താണ്? ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. 45 ആവശ്യത്തിന് ഉയർന്ന ആവൃത്തിയിലുള്ള പ്രകാശത്തിന് 45ാമത്തെ ചോദ്യം, ആവശ്യത്തിന് ഉയർന്ന ആവൃത്തിയിലുള്ള പ്രകാശത്തിന് വിധേയമാകുമ്പോൾ മെറ്റീരിയലിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറപ്പെടുവിക്കുന്ന പ്രതിഭാസത്തിന് പേരെന്താണ്? ആവശ്യത്തിന് ഉയർന്ന ആവൃത്തിയിലുള്ള പ്രകാശത്തിന് വിധേയമാകുമ്പോൾ മെറ്റീരിയലിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറപ്പെടുവിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താ?
ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ്. ഓപ്ഷൻ എ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. 46 ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശത്തെ അതിൻ്റെ ഘടക നിറങ്ങളിലേക്ക് വേർതിരിക്കുന്നതിന് വിശദീകരിക്കുന്ന പ്രതിഭാസം ഏതാണ്? ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശം അതിൻ്റെ ഘടക നിറങ്ങളിലേക്ക് വേർതിരിക്കുന്നതിന് വിശദീകരിക്കുന്ന പറയുന്ന പേര് എന്താ? വിസരണമാണ്. ഓപ്ഷൻ സി വിസരണമാണ്. 47 താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ദൈർഘ്യമേറിയ തരംഗ ദൈർഘ്യമുള്ള വൈദ്യുത കാന്തിക വികിരണങ്ങൾ? താഴെ പറയുന്നതിൽ ഏതാണ് ഏറ്റവും ദൈർഘ്യമേറിയ തരംഗ ദൈർഘ്യമുള്ള വൈദ്യുത കാന്തിക വികിരണം ചോദിച്ചാൽ ഏതാ? ഇൻഫ്രാറെഡ് ആണ് കേട്ടോ, ഇൻഫ്രാറെഡ്. 48ാമത്തെ ചോദ്യം, ആദിത്യ L1 ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ്? ആദിത്യ L1 ഉപയോഗിച്ച റോക്കറ്റ് ഏതായിരുന്നു? PSLV-C-57 ആണ്. 49 കെമിക്കൽ ബോണ്ടിങ് സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരിയായത്? ഓപ്ഷൻസ് വായിക്കുന്നില്ല, ഓപ്ഷൻസ് വായിക്കാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കുക. ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. 1, 2, 4 എന്നിവയാണ് ശരിയായ പ്രസ്താവനകൾ. ഇനി 50ാമത്തെ ചോദ്യം, ഹീലിയത്തെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയല്ലാത്തത്? ഹീലിയത്തെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ എ അറിയപ്പെടുന്ന ഏതൊരു പദാർത്ഥത്തിൻ്റെയും ഏറ്റവും കുറഞ്ഞ തിളനിലയാണ് ഹീലിയത്തിന്. ഓപ്ഷൻ ബി ഹീലിയം സാധാരണ ദ്രാവകത്തിലും ഹീലിയം സെക്കൻഡ് ഒരു സൂപ്പർ ദ്രാവകവുമാണ്. ഹീലിയം 1 സാധാരണ ദ്രാവകവും ഹീലിയം സെക്കൻഡ് ഒരു സൂപ്പർ ദ്രാവകവുമാണ്. ഓപ്ഷൻ സി ഉയർന്ന മർദ്ദത്തിൽ ഹീലിയം ദ്രാവകമായി മാറുന്നു. ഓപ്ഷൻ ഡി തണുപ്പിക്കുമ്പോൾ ഹീലിയം ദ്രാവകമായി മാറുന്നു. ഇതിൽ ഹീലിയത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാ? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഹീലിയം ഉയർന്ന മർദ്ദത്തിൽ ദ്രാവകമായി മാറുന്നു എന്നുള്ളത് തെറ്റാണ്. ഇനി 51ാമത്തെ ചോദ്യം, ലായകത സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവന ഏതാണ് ശരി എന്ന് പറയാം? 1 ലായനികൾക്കും ലായകങ്ങൾക്കും സമാനമായ രാസ സ്വഭാവങ്ങളുണ്ടെങ്കിൽ ലായകത ഉയർന്നതാണ്. 2 ധ്രുവീയ സംയുക്തങ്ങൾ ധ്രുവീയ ലായകങ്ങളിൽ വളരെ ലയിക്കുന്നതാണ്. 3 ലായനികൾക്കും ലായകങ്ങൾക്കും സമാനമല്ലാത്ത രാസഗുണങ്ങളുണ്ടെങ്കിൽ ലായകത കുറവാണ്. 4 ധ്രുവീയ സംയുക്തങ്ങൾ ധ്രുവീയമല്ലാത്ത ലായകങ്ങളിൽ വളരെ ലയിക്കുന്നവയാണ്. ഇതിൽ ശരിയാണ് വേണ്ടത്. ഏതൊക്കെയാ? 1, 2, 3 ഓപ്ഷൻ സി ആണ് ആൻസർ. 52ാമത്തെ ചോദ്യം, താലിബാൻ വധിച്ച ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ് ആരാണ്? താലിബാൻ വധിച്ച ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ് ആരായിരുന്നു? ഡാനിഷ് സിദ്ദീഖിയാണ്. 53 താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ് കണ്ടെത്തുക? 1 കൂടിയാട്ടം മണി മാധവ ചാക്യാർ. 2 മോഹിനിയാട്ടം മൂഴിക്കൽ പങ്കജാക്ഷി. 3 കേരള നടനം ഗുരു ഗോപിനാഥ്. ഏതാ? 1ഉം 3ഉമാണ് എന്ത് ശരിയായ ജോഡികൾ. 54 താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായവ പൊരുത്തപ്പെടുന്ന ജോഡികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. 1 ഭീമൻ രണ്ടാമൂഴം. 2 മുജീബ് ആടുജീവിതം. 3 ചേതന ആരാച്ചാറ്. 4 അപ്പു ഓടയിൽ നിന്ന്. ഇതിൽ കഥയും കഥാപാത്രവും യോജിച്ചത് തിരഞ്ഞെടുക്കാം. ഏതൊക്കെയാ? ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1ഉം 3ഉമാണ് എന്ത് ശരിയായ ജോഡികളുള്ളൂ അല്ലേ. ഭീമൻ രണ്ടാമൂഴമാണ്, അതുപോലെ ചേതന എന്താണ്? ആരാച്ചാറിലാണ്. ആടുജീവിതത്തിൽ മുജീബല്ല, ആരാണ്? നജീബാണ് കേട്ടോ. ആടുജീവിതത്തിൽ ആരാ? മുജീബല്ല, നജീബാണ്. അതുപോലെ ഓടയിൽ നിന്ന് അപ്പു അല്ല, ആരാണ്? പപ്പു ആണ് കേട്ടോ. പപ്പു ആണ് ഓടയിൽ നിന്ന്, അതുപോലെ നജീബാണ് ആടുജീവിതത്തിൽ നിന്ന്. 55 എഴുത്തുകാരന്റെ യഥാർത്ഥ പേര് അവയുടെ തൂലികാനാമവുമായി ശരിയായി പൊരുത്തപ്പെടുന്നവ ജോഡി കണ്ടെത്തുക. 1 നന്ദനാർ PC രാമചന്ദ്രൻ. 2 ആനന്ദ് K സച്ചിദാനന്ദൻ. 3 T ഉബൈദ് അബ്ദുറഹിമാൻ. 4 വിലാസിനി MK മേനോൻ. ശരിയായ ജോഡി എഴുത്തുകാരും അവരുടെ തൂലികാനാമങ്ങളുമാണ്. ഏതാ? ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉം ആണ് എന്ത് ശരിയായ ജോഡികൾ അല്ലേ. നന്ദനാർ ആരാ? PC രാമചന്ദ്രനല്ല, PC ഗോപാലനാണ് അല്ലേ. നന്ദനാർ ആരാ? PC ഗോപാലനാണ്. അതുപോലെ ആനന്ദ് K സച്ചിദാനന്ദനല്ല, ആരാണ്? P സച്ചിദാനന്ദനാണ്. ആനന്ദ് P സച്ചിദാനന്ദനാണ്. അതുപോലെ നന്ദനാർ PC ഗോപാലനാണ്. ഇനി 56 വിവിധ കായിക ഇനങ്ങളുടെ പേരും കളിക്കാരുടെ എണ്ണവും നൽകിയിരിക്കുന്നു. താഴെ പറയുന്നതുമായി ബന്ധപ്പെട്ട് പൊരുത്തപ്പെട്ടവ തിരഞ്ഞെടുക്കുക.
പോളോ ഉണ്ട്, റഗ്ബി ഉണ്ട്, വോളിബോൾ ഉണ്ട്, ബേസ്ബോൾ ഉണ്ട്. 9, 15, 4, 6. ഇതെങ്ങനെയാണ് വരുന്നത്? ഇതിൽ നമുക്ക് ഏറ്റവും അറിയുന്നത്, നമുക്ക് വോളിബോൾ എടുത്തു കഴിഞ്ഞാൽ വോളിബോൾ എത്രയാ നമുക്കറിയാം, 6 പേരാണ് അല്ലെ. വോളിബോൾ എത്ര പേരാ? 6 പേരാണ്. അത് മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കിട്ടുന്ന അറിയോ? ആൻസർ കിട്ടും. അതായത് വോളിബോളിൻ്റെത് സി ആണ്, 6ൻ്റെത് ഏതാ? എൻ ആണ്. സിയും എന്നും വരുന്നത് ഒറ്റൊരു ആൻസറേ ഉള്ളൂ. ഏതാ? ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒറ്റ എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് കിട്ടും? നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. ഇനി 57ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ നിന്ന് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികൾ തിരഞ്ഞെടുക്കുക. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികൾ ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. മോക്ഷപ്രദീപമുണ്ട്, ആത്മവിദ്യയുണ്ട്, ആത്മവിദ്യാ ലേഖമാലയുണ്ട്, 4 ബ്രഹ്മസങ്കീർത്തനമുണ്ട്. ഏതാ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഏതൊക്കെയാ? മോക്ഷപ്രദീപവും അതുപോലെ ബ്രഹ്മസങ്കീർത്തനവും. 58 2023 നൊബേൽ സമ്മാന ജേതാക്കളുടെ ശരിയായ ജോഡി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. 1 ഭൗതികശാസ്ത്രം പിയറി അഗസ്റ്റ്യൂനും അതുപോലെ ഫെറൻക് ക്രൗസ്, ആനിയൽ ഹുല്ലിയന്. 2 രസതന്ത്രം കാരോലിൻ ആർ ബെർട്ടോസി, മോർട്ടൻ മെൻഡൽ, കെ ബാരി ഷാർപ്ലസ്. സാഹിത്യം ജോൺ ഫോസ്. ശരീരശാസ്ത്രം സ്വാന്തേ പോബെ. ഇതിൽ 2023 നൊബേലുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാ? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ ആൻസർ. നമുക്കറിയാം സ്വാന്തേ പോബയ്ക്ക് കിട്ടിയ വർഷം ഏതാ? 2022 വൈദ്യശാസ്ത്രത്തിന് ആർക്ക് കിട്ടുന്നത്? സ്വാന്തേ പോബയ്ക്ക് കിട്ടുന്നത്. അപ്പം 4 എന്താന്നുള്ളത് തെറ്റാന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നോക്കിയോ, ഇത് വെട്ടിക്കളയാം. 4 ഉണ്ട്, ഇതിലും 4 ഉണ്ട്, ഇതിലും 4 ഉണ്ട്. ഇത് വെട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നേരിട്ട് ആൻസറിൽ എത്താൻ കഴിയും. 59ാമത്തെ ചോദ്യം, 2024 പത്മ പുരസ്കാര ജേതാക്കളുടെ പേരുകൾ നൽകിയിരിക്കുന്നു. തെറ്റായ ഓപ്ഷനുകൾ കണ്ടെത്തുക കേട്ടോ. തെറ്റാണ് വേണ്ടത്. ഫാത്തിമ ബീവി ഉണ്ട്, മിഥുൻ ചക്രവർത്തി ഉണ്ട്, സീതാറാം ജിൻഡാൽ ഉണ്ട്, ഉമാശങ്കർ പാണ്ഡെ ഉണ്ട്. ഇതിൽ പത്മ പുരസ്കാരങ്ങൾ ലഭിക്കാത്ത ആരോഗ്യമാണ്. ആരാ? ഉമാശങ്കർ പാണ്ഡെ മാത്രമാണ് കേട്ടോ. ഓപ്ഷൻ സി ഉമാശങ്കർ പാണ്ഡെ മാത്രമാണ്. 60 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66A വകുപ്പ് ഭരണഘടനാ വിരുദ്ധവും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഹനിക്കുന്നതിന്റെ പേരിൽ കർശനമായി വെട്ടിക്കുറച്ചതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് ഹർജിയിലാണ്? നമ്മൾ IT ആക്ടിൽ 66A എടുത്തു കളയാൻ കാരണം ഏത് കേസാണ്? ഏതാ? ശ്രേയാ സിംഗാളും യൂണിയൻ ഓഫ് ഇന്ത്യയുമാണ്. ഓപ്ഷൻ ഡി ശ്രേയാ സിംഗാളും യൂണിയൻ ഓഫ് ഇന്ത്യയുമാണ് ആർട്ടിക്കിൾ നമ്മുടെ IT ആക്ടിൽ 66A എടുക്കാൻ കാരണം. ഇനി 61 താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി, അല്ലെങ്കിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി എന്ന് കണ്ടെത്തുക. 1 ഹബ്ബ് ഒരു മൾട്ടി പോർട്ട് റിപ്പീറ്റർ ആണ്. 2 റൂട്ടറുകൾ ഒരു ബ്രിഡ്ജുകളേക്കാൾ ചെലവേറിയതാണ്. 3 ഗേറ്റ്വേകൾ ഡാറ്റ ലിങ്ക് ലെയർ മാത്രം പ്രവർത്തിപ്പിക്കുന്നു. ഇതിലേതൊക്കെയാണ് ശരി എന്നുള്ളത്? ഏതാ? 1ഉം 2ഉം മാത്രമാണ് കേട്ടോ ശരി എന്ന് പറയുന്നത്. 62 CSV ഫയലുകളിൽ മൂല്യങ്ങളെ വേർതിരിക്കുന്ന പ്രതീകം ഡാഷ് എന്നറിയപ്പെടുന്നു. CSV ഫയലുകളിൽ മൂല്യങ്ങളെ വേർതിരിക്കുന്ന പ്രതീകം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഡീലിമിറ്റർ ആണ്. ഓപ്ഷൻ ബി ഡീലിമിറ്റർ. 63 സൈബർ സുരക്ഷയെയും ഓൺലൈൻ സുരക്ഷയെയും കുറിച്ച് വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരിൽ നിന്ന് അവബോധം സൃഷ്ടിക്കുന്നതിനായിട്ട് ISRA അതായത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി റിസർച്ച് അസോസിയേഷനുമായി ചേർന്ന് കേരള പോലീസിന്റെ സംരംഭം ഏതാണ്? ഏതാ? കിഡ് ഗ്ലൗ ആണ്. ഓപ്ഷൻ സി കിഡ് ഗ്ലൗ. 64ാമത്തെ ചോദ്യം, 5G നെറ്റ്വർക്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി എന്ന് കണ്ടെത്തുക. 1 ഇതിന് വളരെ ഉയർന്ന ലേറ്റൻസി ഉണ്ട്. 2 സെക്കൻഡിൽ 20 GB വരെ നെറ്റ്വർക്ക് ഡാറ്റ വേഗതയുണ്ട്. 3 ഇത് മില്ലിമീറ്റർ തരംഗ സ്പെക്ട്രത്തിലാണ് അളക്കുന്നത്. ഇത് 5G നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായത് ഏതാണ്? ഏതാ? ഓപ്ഷൻ ബി ആണ് കേട്ടോ. 2ഉം 3ഉം ആണ് ശരിയായത്. ഇനി 65ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമം 2005 അനുസരിച്ച് മൂന്നാം കക്ഷി എന്ന പദത്തിന് നൽകിയിരിക്കുന്ന നിർവചനം എന്താണ്? മൂന്നാം കക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? നിങ്ങളൊന്ന് ഓപ്ഷൻ വായിക്കുക, ആൻസർ പറഞ്ഞുതരാം.
ഏതാ? ഓപ്ഷൻ ബി ആണ് കേട്ടോ. വിവരത്തിനായിട്ട് അഭ്യർത്ഥന നടത്തുന്ന പൗരൻ ഒഴികെയുള്ള ഒരു വ്യക്തി കൂടാതെ ഒരു പൊതു അധികാരവും ഉൾപ്പെടുന്നു. ഇനി 66ാമത്തെ ചോദ്യം, 2015 ജുവനൈൽ ജസ്റ്റിസ്, അതായത് കുട്ടികളുടെ കരുതലും സംരക്ഷണവും നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ജുവനൈൽ എന്നതിന്റെ അർത്ഥം എന്താണ്? എന്താ? 18 വയസ്സിന് താഴെയുള്ള കുട്ടി എന്നാണ് കേട്ടോ. ഇനി 67, 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും എന്ന നിയമം സംബന്ധിച്ച പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി എന്നുള്ളത് കണ്ടെത്താം. നിങ്ങൾ പോസ് ചെയ്തതിനു ശേഷം വായിച്ചു നോക്കാം. ഏതാ? ഓപ്ഷൻ എ ആണ് കേട്ടോ. 2ഉം 3ഉം ആണ് ശരിയായ പ്രസ്താവനകൾ. 68ാമത്തെ ചോദ്യം, 1999 കേരള ലോകായുക്ത നിയമത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി എന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി 1 മാത്രമാണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. ഇനി 69ാമത്തെ ചോദ്യം, ജോലി സ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനം തടയൽ നിരോധന നിയമം 2013 സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരി എന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. 1 മാത്രമാണ് ശരി. ഇനി 70, ഇന്ത്യൻ ഭരണഘടനയുടെ 105ാം ഭേദഗതി നിയമം 2021 സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി എന്നുള്ളത് കണ്ടെത്തുക. 105ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കാനും പരിപാലിക്കാനും സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഈ ഭേദഗതി പ്രകാരം അധികാരം നൽകുന്നു എന്നുള്ളതാണ് 106ാമത് ഭേദഗതിയുടെ ലക്ഷ്യം. അപ്പോൾ ഇത്രയാണ് GK പാർട്ടിനുള്ള ക്വസ്റ്റ്യൻസ്. ഇനി മാത്സ് ആണ്. മാത്സിൻ്റെ ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല, ആൻസർ മാത്രം പറഞ്ഞിട്ട് പോകാം നമുക്ക്. 71ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ് കേട്ടോ. 40 ആണ്. ഓപ്ഷൻ ഡി 40 ആണ്. 72 ബോർഡ് മാസം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ ബി 3 ആയിട്ടാണ് വരുന്നത്. 73ാമത്തെ ചോദ്യം, 73ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 60 ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 74ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 5:3 എന്നുള്ളതാണ്. ഇനി 75ാമത്തെ ചോദ്യം, 75ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 120 ആണ്. 76ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് 15. 77 ഒരു മെറിലബിലിറ്റീൻ്റെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ്. 77 ഓപ്ഷൻ സി ആണ്. 78 ഓപ്ഷൻ ബി 6 ആണ്. അതുപോലെ 79ൻ്റെ ആൻസർ എന്ന് പറയുന്നത് 79 ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 80 ക്ലോക്കിനെ പറ്റിയുള്ള ഒരു ചോദ്യമാണ്. 80ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 20 ഡിഗ്രി ആണ്. ഇനി ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 81ൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. വിൽ ബി സ്റ്റേയിങ് ആണ്. ഓപ്ഷൻ സി വിൽ ബി സ്റ്റേയിങ്. ഐ ഡാഷ് സ്റ്റേ ഉണ്ട്. ഹെയർ സ്റ്റിൽ സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ ബി സ്റ്റേയിങ് ആണ്. 82ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. 82ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 83 എന്ന് പറയുന്നത് 83 ഓപ്ഷൻ സി ആണ് കേട്ടോ. ക്യാൻ. 84 ഓപ്ഷൻ എ ആണ്. ഈസ് ഇറ്റ് ആണ് കേട്ടോ. ഈസ് ഇറ്റ്. 85ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. നെയ്തർ നോർ ആണ്. 86ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. സ്ലെയിൻ ആണ്. ഓപ്ഷൻ ബി സ്ലെയിൻ ആണ്. 87ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഷെയറിംഗ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ഷെയറിംഗ് ആണ്. 88ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. സെൻറ്റ് ഫോർ. ഓപ്ഷൻ ബി സെൻറ്റ് ഫോർ. 89 ഓപ്ഷൻ ബി തന്നെയാണ് കേട്ടോ. 89ഉം ഓപ്ഷൻ ബി ആണ്. എബൌട്ട്. 90ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 90 ഓപ്ഷൻ എ ആണ്. ഇനി മലയാളം 10 മലയാളം ക്വസ്റ്റ്യൻസ് ആണ്.
ആൻസർ 91 ആൻസർ ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് ശരിയായിട്ടുള്ള അടിമത്തം എന്നുള്ളത് മാത്രമേ ശരിയുള്ളൂ. അതുപോലെ 92 ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു. ഓപ്ഷൻ സി ആണ് ആൻസർ. 93 താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം എന്താന്ന് കണ്ടെത്താം. 93 ഓപ്ഷൻ ബി ആണ്, പലതുള്ളി പെരുവെള്ളം. 94 താഴെ പറഞ്ഞതിൽ പർവ്വതത്തിൻ്റെ പര്യായപദം അല്ലാത്തത് ഓപ്ഷൻ എ ആണ്, ചലമാണ്. ഓപ്ഷൻ എ ചലമാണ്. 95 ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്ഥാവരം അല്ലെ. ജംഗമത്തിൻ്റെ ഓപ്പോസിറ്റ് സ്ഥാവരം. 96 കർഷകൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ശ്രീലിംഗം എന്ന് പറയുന്നത് ഏതാ? 96 ഡി ആണ് കേട്ടോ, കർഷകയാണ്. ഓപ്ഷൻ ഡി കർഷകയാണ്. 97 ഒരു പഴഞ്ചൊല്ലാണ്. ഏതാ? 97 ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ, പ്രവൃത്തി. ഓപ്ഷൻ ബി ആണ്. 98 വിൻ പ്ലസ് സ്ഥലം, പലവട്ടം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 98 ആൻസർ എന്താ? ഓപ്ഷൻ എ വിൻ പ്ലസ് സ്ഥലമാണ്. 99 ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. 99 നമ്മൾ പറഞ്ഞു. ഇനി 100ാമത്തെ 100ൻ്റെ ആൻസറും ഡി ആണ്, തെരുവാണ്.